നീ ഡെയിലി പിരികം വരയ്ക്കുവോ? അല്ലെങ്കിൽ നീ ഡെയിലി പുരികം ത്രെഡ് ചെയ്യുവോ? നിനക്ക് ക്യാൻസർ അല്ലേ? നിനക്ക് വേറെ പണിയില്ലേ? നിനക്ക് എന്ത് ക്യാൻസറാണ്? നിനക്ക് പിരികം ഇങ്ങനെ തന്നെ ഇരിക്കുന്നല്ലോ. ഡെയിലി കേൾക്കുന്നതാണ്. എൻ്റെ പൊന്നു സുഹൃത്തുക്കളെ, ഇത് അന്ന് ഞാൻ പിരികം ത്രെഡ് ചെയ്താണ്. അതിനി വളരത്തില്ല. നിങ്ങൾ ആദ്യമേ മനസ്സിലാക്കുക, ഈ മുടിയൊന്നും ഇനി വളരത്തില്ല കീമോ കഴിയാതെ. മൈക്രോ ബ്ലേഡ് ചെയ്ത് വെച്ചത് കൊണ്ടാണ് എൻ്റെ പുരികത്തിൻ്റെ ബ്ലാക്കും ഷേപ്പും ഇപ്പോഴും ഇങ്ങനെ നിൽക്കുന്നത്. പിന്നെ ഇടയ്ക്ക് ഇങ്ങനെ ജസ്റ്റ് ഞാനിങ്ങനെ വരച്ചു കൊടുക്കാറുമുണ്ട്. പെട്ടെന്നൊന്നും നമ്മുടെ ഈ വികൃത രൂപം നമുക്ക് ആർക്കും അംഗീകരിക്കാൻ പറ്റത്തില്ലാത്തതാണ്. നിങ്ങൾക്കാണേലും നിങ്ങൾക്ക് എന്തെങ്കിലും വരാതിരിക്കട്ടെ, ആർക്കും ഒന്നും വരാതിരിക്കട്ടെ. മനസ്സിലായോ? നമുക്ക് ആർക്കും അംഗീകരിക്കാൻ പറ്റും. ഞാൻ അങ്ങനെ നടന്നൊരു വ്യക്തിയാണ്. മനസ്സിലായി? ആർക്കും അംഗീകരിക്കാൻ പറ്റൂല നമുക്ക് പെട്ടെന്ന്. അതുകൊണ്ടാണ് നമ്മൾ ഇത് മൈക്രോ ബ്ലേഡ് ചെയ്ത് വെച്ചേക്കുന്നത് കൊണ്ടാണ് ഈ ഷേപ്പിനിരിക്കുന്നത്. പിരികവും ഒക്കെ പൊഴിയുന്നുണ്ടായിരുന്നു. മുടിയും പിരികവും ഒക്കെ ഇനി വളരണമെങ്കിൽ കീമോ ഫുള്ള് സൈക്കിൾ കഴിയണം. എന്നാൽ മാത്രമേ വളരത്തുള്ളൂ. നിങ്ങൾ ഇനിയും കമൻ്റ് ഇടുന്നവരുടെ ശ്രദ്ധയ്ക്ക് നിങ്ങളത് മനസ്സിലാക്കുക. ഞാൻ ഡെയിലി പോയി ബ്യൂട്ടി പാർലറിൽ പോയി പിരികം എടുക്കുവല്ല. ഓൾറെഡി ഇത് നേരത്തെ എടുത്ത് വെച്ചതാണ് ത്രെഡ്. ഇനി അത് വളരണമെങ്കിൽ കീമോ കഴിയണം. പിന്നെ ഈ ബ്ലാക്ക് ഞാൻ ഇങ്ങനെ ചെറുതായിട്ട് വരച്ചും കൊടുക്കുന്നുണ്ട്. അത് തന്നെ മൈക്രോ ബ്ലേഡ് വെച്ച് ചെയ്ത് വെച്ചേക്കുന്ന പുരികമായതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. ഞാൻ എന്തൊക്കെ ആരെ ബോധിപ്പിക്കണം? ആർക്കും ഗതി വരുത്തരുതേ. ക്യാൻസർ രോഗികൾ എത്രത്തോളം സന്തോഷിക്കാവോ അത്രത്തോളം അവർ സന്തോഷിക്കട്ടെ എന്നേ നമ്മൾ പറയത്തുള്ളൂ, അല്ലേ? അവർ ഒരു ചെറിയ റീലിടുന്നതിന് നമ്മൾ സന്തോഷമാണ്, അല്ലെങ്കിൽ അവരവരുടെ ഫോണിൽ അവരുടെ സന്തോഷം അവർ ചെയ്യട്ടെ എന്നേ നമ്മൾ പറയത്തുള്ളൂ. പക്ഷേ രേണുസുതി അത് ചെയ്താൽ അത് വലിയ രീതിയിൽ കംപ്ലൈൻ്റ് ആവുകയും നമ്മുടെ ഹോസ്പിറ്റലിൽ വരെ അത് കംപ്ലൈൻ്റ് ആയിട്ട് ചെല്ലുകയൊക്കെ ചെയ്യുന്ന ഒരവസ്ഥയാണ് ഉണ്ടാകുന്നത്. സോ എനിക്കെന്താ പറയേണ്ടതെന്ന് എനിക്കറിയില്ല. ഞാൻ മാത്രം സന്തോഷിക്കേണ്ട എന്നാണോ? വിധവയായിട്ടിരുന്നപ്പോഴും ഞാൻ സന്തോഷിക്കേണ്ട? ഞാൻ സന്തോഷിക്കുന്നതിന് എല്ലാവർക്കും അല്ല, കുറച്ച് പേർക്ക് മാത്രം കേട്ടോ. നല്ല ആളുകളെല്ലാം എൻ്റെ കൂടെ തന്നെ എപ്പോഴും സപ്പോർട്ടിനുണ്ടാവും. കുറച്ച് പേർക്ക് മാത്രം കണ്ണിക്കടിയാണ്. ഞാനങ്ങനെ സന്തോഷിക്കേണ്ട. ഇപ്പം ക്യാൻസറായിട്ട് കിടക്കുമ്പോഴും അവളങ്ങനെ സന്തോഷിക്കേണ്ട. അവളവിടെ മരുന്നിൻ്റെ ഗന്ധവും പേറി എന്താ പറയുക, ഒരുമാതിരി ഒരു എന്താ അതിന് പറയേണ്ടത്, തലമൂടി ഇരിക്കുക എന്നുള്ളതാണ് ചില ആളുകളുടെ ഇപ്പോഴും ഒരിത്. പക്ഷേ എൻ്റെ മനസ്സ് ഇപ്പോഴും എന്താ പറയുക, പഴയ രീതിയിൽ പാറിപ്പറന്ന് നടക്കുന്നതുകൊണ്ടാണ് ഞാൻ ഇന്നും ഇപ്പം ജീവനോടിരിക്കുന്നത്. പിന്നെ എന്നെ നോക്കുന്ന സമർത്ഥരായ ഡോക്ടർമാരുടെ ആ ഒരു എന്താ പറയുക, ശുശ്രൂഷയും അതുപോലെ ദൈവത്തിൻ്റെ ഒരു സ്നേഹവും ദൈവമക്കളുടെ സ്നേഹവും മാത്രമാണ് എന്നെ നിലനിർത്തുന്നത്. സോ താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന കൊണ്ടാണ് ഞാനിപ്പം എൻ്റെ സെക്കൻഡ് കീമോ കഴിഞ്ഞ് എൻ്റെ വീട്ടിൽ ഞാൻ റെസ്റ്റാണ്. ഞാൻ എങ്ങും പോകുന്നില്ല, വീട്ടിൽ തന്നെയാണ്. നിങ്ങളുടെ പ്രാർത്ഥന ഇനിയും വേണം. ഇനിയും ബാക്കി 4 കീമോയും കൂടെ റിമൈനിങ്ങിൽ കിടക്കുന്നുണ്ട്. ആ കീമോ എല്ലാം ചെയ്യണം. എനിക്ക് തിരിച്ചു വരണം, പഴയതുപോലെ ശക്തമായിട്ട് അതിന് തിരിച്ചു വരണം. നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടാകണം. അതുപോലെ ഞാൻ തിരിച്ചു വരുമ്പം എനിക്ക് ഒരുപാട് ഷൂട്ടുകൾ ചെയ്യണം, ഒരുപാട് എൻ്റെ ടെസ്റ്റിമണി ദൈവമക്കളോട് നിങ്ങളോട് പറയണം. അതിനൊക്കെ അവസരം ദൈവം ഒരുക്കി തരട്ടെ. ഒരുപാട് സ്ഥലങ്ങളിൽ യാത്ര ചെയ്യണം. എവിടെ പോയാലും, ഏത് ഷൂട്ടാണെങ്കിലും, എവിടെ എനിക്ക് ദൈവം തരുന്ന ഓരോ അവസരത്തിലും എവിടെയാണെങ്കിലും ദൈവം, എൻ്റെ കർത്താവ് ജീസസ് ക്രൈസ്റ്റ്, നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന, നിങ്ങളുടെ എല്ലാവരുടെയും വഴിപാട്, നേർച്ച എല്ലാം കൊണ്ടും ഞാൻ രക്ഷപ്പെട്ടു വന്നു. യേശു എന്നെ സൗഖ്യമാക്കിയെന്ന് ഏത് മേഖലയിലാണെങ്കിലും, ഷൂട്ട് തുടങ്ങുമ്പോഴും ഷൂട്ട് തുടങ്ങുന്നതിന് മുന്നേയും, ഇനോഗ്രേഷൻ ആയാലും, ഏത് വേദിയിലാണ്, സ്റ്റേജ് പ്രോഗ്രാം ആണെങ്കിലും, നിങ്ങളുടെ പ്രാർത്ഥന കൊണ്ട് യേശു എന്നെ സൗഖ്യമാക്കിയെന്ന് ഞാൻ പറയും. അതുപോലെ ടെസ്റ്റിമണി പറയേണ്ട വേദികൾ എനിക്ക് ഒരുക്കും എന്ന് തന്നെ വിശ്വസിക്കുന്നു. അപ്പം അവിടെയും ദൈവം എനിക്ക് സൗഖ്യം തന്നത് പറയാൻ ദൈവം ഇടയാക്കട്ടെ. പഴയ പോലെ എനിക്ക് ശക്തമായിട്ട് തിരിച്ചു വരണം. ഇനിയും നിങ്ങളുടെ പ്രാർത്ഥന ഉണ്ടാവണം. നിങ്ങളുടെ പ്രാർത്ഥന കൊണ്ട് മാത്രമാണ് ഞാൻ ഇന്നിവിടെ നിൽക്കുന്നത്. ദൈവം സൗഖ്യം തരട്ടെ. നിങ്ങളുടെ നല്ല മനസ്സുകളുടെ പ്രാർത്ഥന എന്നും കൂടെ ഉണ്ടാവണം. സോ താങ്ക് യു. രേണുസുതി, നിങ്ങൾ പറഞ്ഞതുപോലെ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ അസുഖമെല്ലാം മാറി നിങ്ങൾ പൂർവാധികം ശക്തിയോട് കൂടി തന്നെ തിരിച്ചു വരട്ടെ എന്ന് തന്നെയാണ് ഞാനും ആശംസിക്കുന്നത്. നിങ്ങൾക്ക് തന്നെ അറിയാം, നിങ്ങളെ വലിച്ചു കീറുവാൻ വേണ്ടി ഒരുപാട് പേർ പുറത്ത് കാത്തിരിക്കുന്നുണ്ടെന്ന്. അവർക്ക് മുന്നിലേക്ക് നിങ്ങൾ ഇതുപോലെയുള്ള ക്യാപ്ഷനെല്ലാം ഇട്ടുവെച്ച് കഴിഞ്ഞാൽ തീർച്ചയായും അവർ നിങ്ങളെ വലിച്ചു കീറുക തന്നെയല്ലേ ചെയ്യുക. നിങ്ങളൊരു ക്യാൻസർ രോഗിയായതുകൊണ്ട് നിങ്ങൾക്ക് എൻജോയ്മെൻറ്റ്സ് ഒന്നും പാടില്ല എന്നൊന്നും ആരും പറയുന്നില്ല. എല്ലാം വേണം. നിങ്ങളുടെ സന്തോഷം എന്താണെന്ന് കണ്ടെത്തി അത് ചെയ്യുവാൻ വേണ്ടി തന്നെയാണ് എല്ലാവരും പറയുക. നിങ്ങളുടെ മനസ്സിന് ശാന്തിയും സമാധാനവും എന്തിലൂടെയാണ് കിട്ടുന്നത്, അതുമാത്രം നിങ്ങൾ ചെയ്യുക.
നിങ്ങളുടെ ഡെയിലി അപ്ഡേറ്റ്സ്, നിങ്ങളുടെ പാട്ടുകൾ, നിങ്ങളുടെ വിശേഷങ്ങളെല്ലാം നിങ്ങൾ പങ്കുവെക്കുകയാണെങ്കിൽ തീർച്ചയായും ഞങ്ങൾ ഓരോരുത്തരും നിങ്ങളെ സപ്പോർട്ട് ചെയ്യും. ഇപ്പോൾ നിങ്ങളുടെ ചികിത്സയ്ക്കായി നിങ്ങൾക്ക് ഒരുപാട് കാശ് കണ്ടെത്തേണ്ട സമയമാണ്. അതിന് തീർച്ചയായും ഞങ്ങൾ ഓരോരുത്തരും നിങ്ങളെ സപ്പോർട്ട് ചെയ്യുക തന്നെ ചെയ്യും. ഒരാളും നശിച്ചു കാണുവാൻ വേണ്ടി ആരും ആഗ്രഹിക്കുന്നതല്ല. പിന്നെ ഓരോ കോൺട്രവേഴ്സീസ് വരുമ്പോൾ അതിൽ അഭിപ്രായം പറയുന്നവരാണ് പല ആളുകളും ഉള്ളത്. അത് പലപ്പോഴും അതിര് കടന്നു പോകുന്നതുമാണ് നമ്മൾ ഈ സോഷ്യൽ മീഡിയയിലൂടെ കണ്ടിട്ടുള്ളത്. ഇപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് നെഗറ്റീവ്സും ഹെയ്റ്റ്സും എല്ലാം കിട്ടിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. അത് ഞങ്ങളെക്കാളും നന്നായി നിങ്ങൾക്ക് തന്നെ അറിയാം. നിങ്ങൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങൾ നോക്കി നിൽക്കുന്ന കഴുകൻ കണ്ണുകൾ നിങ്ങൾക്ക് ചുറ്റും തന്നെയുണ്ട്. അപ്പോൾ നമ്മളായിട്ട് അവർക്ക് ഓരോന്ന് ഇട്ടുകൊടുക്കാതെ സൂക്ഷിക്കുന്നതല്ലേ നല്ലത്. രേണുവിന് ഇഷ്ടമുള്ളത്, രേണുവിന് സന്തോഷം കണ്ടെത്താൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുക. പക്ഷേ ഇതുപോലെ മറ്റുള്ളവർ ഒന്നും പറയണ്ട എന്ന് കരുതി നിൽക്കുമ്പോൾ അവരെ കൊണ്ട് പറയിപ്പിക്കുന്ന തരത്തിലുള്ള ക്യാപ്ഷൻസ് എല്ലാം ഒഴിവാക്കുന്നത് വളരെ നന്നായിരിക്കും. നിങ്ങളുടെ ക്യാപ്ഷൻസും അതുപോലെ നിങ്ങളുടെ വീഡിയോയിൽ നിങ്ങൾ പറയുന്ന ചില കാര്യങ്ങളുമാണ് സോഷ്യൽ മീഡിയയിൽ നിങ്ങളെ വലിച്ചു കീറിക്കൊണ്ടിരിക്കുന്നത്. ആ കാര്യങ്ങളെല്ലാം സൂക്ഷിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കോൺട്രവേഴ്സിയിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കും. ഡാൻസും പാട്ടും റീൽസുകളുമായി മുന്നോട്ട് തന്നെ വരണമെന്ന് തന്നെയാണ് പറയുന്നത്. പക്ഷേ മറ്റുള്ള യൂട്യൂബേഴ്സ് എല്ലാം പറയുന്നത് പോലെ നിങ്ങളുടെ വാക്കുകൾ സൂക്ഷിച്ചാൽ മാത്രം മതി. മാനസികമായ സന്തോഷമാണ് ഇപ്പോൾ നിങ്ങൾക്ക് ആവശ്യം. മറ്റുള്ളവർ നിങ്ങളെ കുത്തിനോവിക്കുമ്പോഴും അതൊന്നും ഏറ്റെടുക്കാതെ നിങ്ങളിപ്പോഴും മുന്നോട്ടേക്ക് പോകുന്നത് കാണുമ്പോൾ വളരെയധികം സന്തോഷമുണ്ട്. എത്രയും പെട്ടെന്ന് നിങ്ങളുടെ അസുഖം മാറി ഋതപ്പനും കിച്ചുവിനും നല്ലൊരു അമ്മയായി തിരിച്ചെത്തണേ എന്ന് തന്നെയാണ് ഞാനും പ്രാർത്ഥിക്കുന്നത്. എനിവേ, കഴിവതും വീഡിയോസ് എല്ലാം ഇടുമ്പോൾ അതിൻ്റെ ക്യാപ്ഷൻസും അതിലൂടെ പറയുന്ന വാക്കുകളും ഒന്ന് സൂക്ഷിച്ചാൽ മാത്രം മതി. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുവാൻ മറക്കരുത്.